ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഉപ്പാക്ക് കൊടുത്തയച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങാച്ചാറും കൂടി കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു മാങ്ങാച്ചാറാണ്, എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലും കൂടിയാണ് കേട്ടോ. ഉമ്മയുടെ ഈ മാങ്ങാച്ചാറ് കൂട്ടിയവരൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കുന്ന ഒരു മാങ്ങാച്ചാറാണ്. അപ്പോൾ ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കണമല്ല കേട്ടോ. ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാനൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത് ഏത് മാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കാം, പക്ഷേ ഏറ്റവും നല്ലത് നമ്മളെ മൂവാണ്ട മാങ്ങ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളവിടെ മൂവാണ്ട മാങ്ങ എന്നാണ് പറയുക, നിങ്ങളവിടെ എന്താ പറയുകയെന്ന് അറിയില്ല. ഇപ്പം അത് കിട്ടാത്ത കാരണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്തായാലും മൂവാണ്ട മാങ്ങ കിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വണ്ടികളിലൊക്കെ വരുന്നൊരു മാങ്ങ ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയില്ല, കുറച്ച് നീണ്ടിട്ടുള്ളൊരു മാങ്ങ. അപ്പോൾ ആ ഒരു മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3 കിലോനുണ്ട്. അപ്പോൾ 3 കിലോനാണ് ഇവിടെ അച്ചാർ ഇടുന്നത്. അപ്പോൾ ഇത് മുറിക്കണത് എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ചെത്തിയെടുക്കുകയും ചെയ്യുക. മാങ്ങ നന്നായി കഴുകിയതിൻ്റെ ശേഷം തുടച്ചിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നമ്മളതിങ്ങനെ ചെത്തിയിട്ട് എടുക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മാങ്ങ മേടിച്ചിട്ട് അതുപോലെ ചെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ചെത്തിയിട്ട് നമ്മളത് തലേദിവസം തന്നെ ഉപ്പിട്ട് വെക്കും. ഇനിയിപ്പോൾ 2 ദിവസം മുന്നേ ഉപ്പിട്ട് വെച്ചാലും പെട്ടെന്ന് പാകമായി വരും. പിന്നെ അത് പിറ്റേന്ന് എടുത്തിട്ടാണ് കേട്ടോ അച്ചാറിടുക. അപ്പോൾ അതൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതയോ സ്വർണ്ണം ഏതാ നല്ലെണ്ണ നമ്മളെ കയ്യിലുള്ളത് അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്വർണ്ണം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായതിൻ്റെ ശേഷം കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അച്ചാറിന് നമ്മൾ പുറത്തുനിന്ന് പൊടികളൊന്നും മേടിച്ചിട്ട് ഉണ്ടാക്കണില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ പൊടി അങ്ങനെയുള്ളതൊന്നും മേടിക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി എന്നും പറയണ പോലെ. അപ്പോൾ അത് കടുക് പൊട്ടിയതിൻ്റെ ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നന്നായി ഒന്ന് ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് വന്നാട്ടെ. ഇനി ചതച്ചെടുക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇതാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. പച്ചമുളക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ ചീനമുളക് ഉണ്ടല്ലോ, കാന്താരി, ആ ഒരു മുളകാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കടുകും പിന്നെ കറിവേപ്പിൻ്റെയും പൊട്ടൽ കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി. അപ്പോൾ അതാണ് ഇങ്ങനെ ഇളക്കണ സാധനം അതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ടൊന്നും വരുമൊന്നും വേണ്ട, അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്തതാണ് ഉലുവപ്പൊടി. അപ്പോൾ ഞാൻ ഉലുവ ഒരു വലിയ ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കായം പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉലുവയും കായം വറുത്ത് പൊടിച്ചതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കായപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞുല്ലോ, ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടത് നിങ്ങൾക്കറിയാം, അതെല്ലാം കൂടി ഒരു ദിവസമാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് പൊടിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉലുവ മുന്നേ പൊടിച്ചതിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് ഉലുവയും കായം പൊടിയാണ്. ഇനി മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് എത്ര ആവശ്യം വേണം അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞില്ല 3 കിലോ മാങ്ങ ഉണ്ട് എന്നുള്ളത്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വലിയ എരിവില്ല, കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ അത് കാരണം ധാരാളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി ഒരു കളറ് കിട്ടുമല്ലോ. അപ്പോൾ അതിട്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. സിമ്മിലാക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് കരിയും. ആ എണ്ണയിൽ കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കി, നല്ല മൊരിഞ്ഞ് വരണമെന്നൊന്നല്ല, ആ ഒരു മുളകിൻ്റെ ഒരു കുത്തണൊരു മണം മാറി കിട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന സുറുക്കയാണ്. അപ്പോൾ ഈ ഒരു അച്ചാറിൽ ഇവിടെ തിളപ്പിച്ച വെള്ളമൊന്നും ഒഴിക്കാറില്ല, തിളപ്പിച്ചാറ്റിയ വെള്ളമൊന്നും ഒഴിക്കാറില്ല, സുറുക്ക തന്നെയാണ് കേട്ടോ ഒഴിക്കാറുള്ളത്. എങ്ങനെ പോയാലും ഒരു വർഷത്തിലും കൂടുതൽ ഇതിരിക്കും. ഇങ്ങനെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ മീതെ പാട കിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ഒരു പൂപ്പൽ വരിക, അങ്ങനെയൊന്നും ഈ അച്ചാറിന് ഉണ്ടാവാറില്ല കേട്ടോ. അതിനിപ്പോൾ സുറുക്ക ചേർക്കണതാണോ എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപ്പാക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനി ഒന്ന് കിടന്നൊന്ന് തിളച്ച് വന്നോട്ടെ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണില്ല, ഇങ്ങനെ കിടക്കുന്ന ആ ചുവപ്പ് കളറും പിന്നെ ആ കടുകും എല്ലാം കൂടിയാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ഈ അച്ചാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മാങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തലേദിവസം തന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മറ്റേ മൂവാണ്ട മാങ്ങ ഒക്കെ ആണെങ്കിൽ പിറ്റേന്നാൾക്ക് തന്നെ ഒന്നും കൂടി കുഴഞ്ഞ് വരും. അപ്പോൾ നല്ല പാകമായി വരും. ഇത് കുറച്ച് ദിവസം ഇരുന്നാലാണൊന്ന് പാകമായി വരിക. ഇനിയിപ്പോൾ ആ തിളച്ച ആ ഒരു ഇതുണ്ടല്ലോ, മുളകിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ മാങ്ങാപ്പാത്രം സ്റ്റൗമിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, താഴത്താണ് വെച്ചേക്കുന്നത്. നമ്മൾ ആ ചൂടുള്ളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മുളകും മാങ്ങി എല്ലാം കൂടിയിട്ടൊന്ന് യോജിച്ച് വരണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മുന്നേ ഉപ്പിട്ട കാരണം ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മാങ്ങയിൽ കുറച്ചധികം ഉപ്പിട്ടിട്ടാണ് തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നോക്കാം, നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അത് കാരണമാണ് ആ മുളകൊക്കെ വേവിക്കുന്ന സമയത്തും നമ്മളതിൽ ഉപ്പിട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ അച്ചാർപ്പൊടി ഒന്നും യൂസ് ചെയ്യാറില്ല എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ല, അച്ചാർപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൊടികൾ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കുക. ഇനി മാങ്ങ സീസണൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു സമയത്ത് മാങ്ങ ഒക്കെ കിട്ടുകയാണെങ്കിൽ, അത് മൂവാണ്ട മാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൊന്ന് പറയണേ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആ ഹൈപ്പ് ഒന്ന് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ അച്ചാർ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ചെത്തുമാങ്ങ അച്ചാർ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഉപ്പാക്ക് കൊടുത്തയക്കുന്ന സാധനങ്ങളും പിന്നെ ഉണ്ണിയപ്പം ഇറച്ചിയുടെ ഒക്കെ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മാങ്ങാച്ചാർ നന്നായി ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാങ്ങാച്ചാർ നാശമായി പോവും. അപ്പോൾ അതാ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.